ഇതുള്ളതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ കൂടി തണലത്ത് വരെയൊക്കെ പോകാൻ പറ്റും. ബൈക്കായിരിക്കായാലും എറണാകുളമൊക്കെ പോകണമെങ്കിൽ മെട്രോൻ്റെ അടിയിൽ കൂടി റൈറ്റ് പിടിച്ച് ചോദിച്ചു അവിടെ നിന്ന് എൻ്റെ വണ്ടി ലെഫ്റ്റ് പിടിച്ച് പോയി കഴിഞ്ഞാൽ മര്യാദക്ക് പോവാം. വെയിലൊരു രക്ഷയില്ല, ഭയങ്കര വെയിലാണ്. ഇവിടെ ഇനി ടേണിങ് ചെല്ലുമ്പോൾ ഇത്തിരി തിരക്കുണ്ട് നമുക്ക്. ഈ മെട്രോ സ്റ്റേഷൻ കളമശ്ശേരി മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത്. മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞ് വളവിൽ ചെറിയൊരു റോഡ് ഗ്യാപ്പ് കുറവാണ്. അതുകൊണ്ട് അവിടെ എങ്ങനെയായാലും ഒരിത് കിട്ടും. ഈ തിരിവിലേ ഇവിടെ നിന്ന് എല്ലാവരും നല്ല സ്പീഡിൽ പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ റോഡ് ഗ്യാപ്പ് കുറവാണ്, അവിടെ ഒരു ബ്ലോക്ക് വരും. അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് എറണാകുളത്തോട്ടും പോകും, ലെഫ്റ്റ് തിരിഞ്ഞ് കാക്കനാടുക്കും. HMT ജംഗ്ഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് തിരികെയാണ്. സീപോർട്ട് എയർപോർട്ടിൻ്റെ കോർണറിൽ എന്താണ്ടൊക്കെ പണിയുണ്ട്. ഇനി എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. സിമെൻ്റൊക്കെ ഇട്ട് തിരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി മറ്റേ പോലീസിൻ്റെ പോസ്റ്റാണെന്നറിയില്ല, മറ്റേ ഇതില്ലേ സെക്യൂരിറ്റി റൂം, അതാണെന്നറിയില്ല. ഇത് സീപോർട്ട് എയർപോർട്ട്. ഈ റോഡൊന്നും കുഴപ്പമില്ല, നല്ല റോഡാണ്. ഇതിൽ നമുക്ക് ചവിട്ടിപ്പൊളിച്ചൊക്കെ പോകാം. ഇതിൻ്റെ ഇവിടെ നിന്ന് ഇതിഞ്ഞ് കഴിഞ്ഞതിൻ്റെ അടുത്ത് മറ്റേ ഭാരത് മാതാ കോളേജാണ് റൈറ്റ് സൈഡിൽ. ഈ റൈറ്റ് സൈഡിൽ ഈ ടാങ്കർ ലോറിയൊക്കെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അവിടുത്തെ ബീവറേജ് താഴത്ത്. ഇവിടെ കുറേ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട് ദിലീപിൻ്റെ സിനിമയിലൊക്കെ. ഈ സീപോർട്ട് എയർപോർട്ട് റോഡിലാണ് ഷൂട്ടിങ് മിക്ക കുറേ ഇവിടത്തിലുണ്ട്. കാക്കനാട് സിഗ്നൽ എത്തിയിട്ടുണ്ട് ഏകദേശം. ഇനി കാക്കനാട് കയറിയിട്ട് നേരെ തുതിയൂർക്ക് പോകണം. തുതിയൂരിൽ നിന്ന് കുറച്ച് പോകണം ഉള്ളിലേക്ക്. ഇത് കാക്കനാട് സിഗ്നൽ. ഈ സിഗ്നൽ വീണടക്കുകയാണ്, ആരും പോകണില്ല. ഞാനതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ കയറ്റിയത്. പിന്നെ ഇത് വേഗം തീർന്നും പോയി സിഗ്നൽ, അതാണ്. ഏകദേശം നമ്മൾ തുതിയൂര് കയറിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വണ്ടി കയറിയിരിക്കുന്ന ആ ചേച്ചിയുടെ ഫ്ലാറ്റിലേക്ക്. ഇവിടെ ഒരു തുതിയൂരിന് ഉള്ളിലേക്ക് ലെഫ്റ്റ് കയറി പോകണം സ്ഥലം. ഇവിടെ ഉള്ളിലേക്ക് ഒരു താവട്ടിറങ്ങിയുള്ളൊരു വഴിയാണിത്. വഴി ചെറിയൊരു വഴിയാണിത്. ഇതിൻ്റെ ഉള്ളിൽ കൂടി 2 വഴിയുണ്ട്. ഇവിടെ നോക്കി ഇറങ്ങി പണി കിട്ടും. താഴോട്ടുണ്ട് മുകളിലേക്കുണ്ട്. ഈ താഴോട്ടിറങ്ങി ഈ റൈറ്റ് തിരിഞ്ഞ് പോകണം. ഈ റൈറ്റ് തിരിഞ്ഞ് പോകുമ്പോൾ ഇവിടെ നേപ്പാളി പിള്ളേരാണ് ഇവിടെ കളിക്കണത്. മലയാളീസ് പിള്ളേരല്ലേ കളിക്കണേക്കെ, നേപ്പാളി പിള്ളേരാണ് അവർ ഫുട്ബോൾ കളിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫ്ലാറ്റാണ് കസ്റ്റമർ ഇറങ്ങുന്ന ഫ്ലാറ്റ്. ഫ്ലാറ്റിൻ്റെ പേര് കാവേരിയാണ്. കാവേരി എന്നുള്ള ഫ്ലാറ്റാണ്. കാവേരി വേറെ എന്തോ ഉണ്ട് ഫ്ലാറ്റിന്. ഇനി കസ്റ്റമർ ഇവിടെ ഇറക്കണം. ഇവിടെ ഇറക്കിയിട്ട് നേരെ ഗൂഗിൾ പേ ചെയ്യണം. ഗൂഗിൾ പേ ചെയ്ത് ക്യാഷ് വാങ്ങിയിട്ട് ആ ചേച്ചി താങ്ക്സും പറഞ്ഞു പോയി. കുഴപ്പമില്ലായിരുന്നു, മലയാളിയല്ല എന്നാലും കുഴപ്പമില്ല, നല്ല ഇതായിരുന്നു. നമ്മളപ്പോൾ അവിടെ നിന്ന് നേരെ കാക്കനാട് തന്നെ കയറി. കാക്കനാട് കയറിയിട്ട് ഒരു ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഈ ട്രിപ്പ് അടിച്ചാണ് പനമ്പള്ളി കടവന്ത്രയാണ്. ഈ സിഗ്നൽ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം. ലെഫ്റ്റ് സൈഡിൽ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ കസ്റ്റമർ നിൽക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കുത്തനെ ഇറക്കുവാണ്. അവിടെ നിന്ന് സിഗ്നൽ മീനേക്കല്ല, എല്ലാവരും പാഞ്ഞു വന്നിട്ടിരിക്കുക. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ പണിയാണ് ഈ സ്ഥലം. ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കി ഒതുക്കിയില്ലെങ്കിൽ ശ്രദ്ധിക്കാണ്ട് 2 വീലറൊക്കെ കയറി വരും. ഇവിടെ നിന്ന് കുത്തനെ ഞങ്ങൾ ഇറക്കണം. വണ്ടി തിരിയണല്ലേ, നോക്കി ഇറക്കി പോയില്ലെങ്കിൽ പണി കിട്ടും. ഈ ഏരിയയിലൊക്കെ തിരക്കുള്ള സ്ഥലങ്ങൾ. റോഡ് ചെറുതാണെങ്കിലോ ഭയങ്കര തിരക്കുണ്ട്. ഈ വഴി ഷോർട്ട് കട്ടാണ്. നേരെ കട്ട് ചെയ്ത് അപ്പുറത്തോട്ട് കയറാം. നമ്മുടെ വാഴക്കാലക്കോണ റൗണ്ടിലേക്ക് കയറാം. അങ്ങനെ ഈ റൈറ്റ് സൈഡിൽ നിൽക്കണ്ടായ പയ്യൻ, ഒരു പയ്യനോട് കയ്യാട്ടുണ്ട്.
അങ്ങനെ അവരെയും കയറ്റി നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വാഴക്കാല വഴിയാണ്. ഇവിടെ മെട്രോൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര കുണ്ടും കുഴിയും ഇതാണ്. റോഡ് അവിടം വരെ ബ്ലോക്കാണ്. ഈ വഴി ഇപ്പോൾ വരവ് കുറവാണ്. യൂബർ ഈ വഴി കാണിക്കാറില്ല. പൈപ്പ് ലൈൻ വഴിയാണ് യൂബർ കാണിക്കാറുള്ളത്. കാക്കനാടൊക്കെ വരെയാണ് ഈ വഴി കയറണമെന്ന് പറയുന്നത്. ഈ വഴി ഭയങ്കര ബ്ലോക്കാണ്. ബ്ലോക്ക് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ വണ്ടികൾ കുത്തിക്കയറലും ഭയങ്കര ഇതൊക്കെയാണ്. വഴി ചെറുതാണ്, പിന്നെ കുണ്ടും കുഴിയുണ്ട്. വെട്ടണക വട്ടം വെട്ടി ഇതിഞ്ഞ് പണി തീരാറായിട്ടുണ്ട്. പണി സ്പീഡാണ്. തൂണൊക്കെ വാർത്ത് കഴിഞ്ഞിട്ടുണ്ട്. തൂൺ മുകളിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിൽ അപ്പോൾ നമ്മൾ ഏകദേശം കടവന്ത്ര സിഗ്നൽ കഴിഞ്ഞ് നേരെ നമ്മുടെ സ്ഥലത്തറിയി. കടവന്ത്ര തന്നെയാണ്. ഫ്രണ്ടിൽ പോണ വണ്ടി നമ്പർ ശ്രദ്ധിച്ചാൽ 2255. തിരിച്ചിട്ടല്ല ഉണ്ടോ, മോഹൻലാലിൻ്റെ നമ്പർ 5522. പുതിയ ഡിസൈറാണല്ലേ. ഞാൻ ആ വണ്ടിയിൽ ഇരിക്കുന്ന പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വണ്ടി നമ്പർ നോക്കാൻ 2255 ലാലേട്ടൻ്റെ നമ്പറിന്ന്. ഞാൻ ശരിയാണല്ലോ, ലാലേട്ടൻ്റെ തിരിച്ചിട്ടാലുണ്ടോ ലാലേട്ടൻ്റെ നമ്പർ 2255 ആണ്. ഇതിപ്പോൾ സിഗ്നലിൽ കിടക്കുകയാണ്. നമ്മൾ നേരെ കടവന്ത്ര സിഗ്നലിലാണ്. സിഗ്നൽ വീണിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കാണുമ്പോൾ തന്നെയാണ് ഹോസ്പിറ്റല്. അവരപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ട് നേരെ തിരിച്ച് നമ്മൾ കയറിങ്ങാട് ഇപ്പുറത്തോട്ട് നേരെ യൂ ടേൺ അടിച്ച് ലെഫ്റ്റ് സൈഡ് ഗാന്ധിനഗർ. ഇവിടെ ഭയങ്കര തണലാണ്. തണലത്തോട്ട് മുതുക്കി ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. സമയം ഇപ്പോൾ 1 മണിയായി. അപ്പം ഇനി ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം നോക്കണം. ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒതുക്കാനുള്ള ഗ്യാപ്പുണ്ട്. ഈ റൈറ്റ് സൈഡിൽ മറ്റേ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇവിടെ നല്ല തണൽ മരങ്ങളാണ് അറ്റം വരെ. ഇവിടെയാണ് കുറച്ച് നേരം ഒതുക്കിയിട്ട് നമ്മളിവിടെ കിടന്നു. വെയിലൊരു രക്ഷയില്ല. അതുകൊണ്ട് എല്ലാവരും തണലും കിടക്കുന്നു. എല്ലാ തണലത്തുമാണ് ഈ വണ്ടികളൊക്കെ പാർക്കിയിട്ടേക്കുന്നത്. ലെഫ്റ്റ് സൈഡ് കാണുന്ന ഇൻഡോർ കോർട്ടാണ്. വണ്ടികളൊക്കെ എല്ലാ തണലിൻ്റെ. ഞാനൊരു ഗ്യാപ്പ് നോക്കി കറക്റ്റ് ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടി. അവിടെ ഞാൻ ചേർത്താണ് ഒതുക്കി. തണലിൻ്റെ കൂടെ അല്ല, മരത്തിൻ്റെ അടിയിൽ. ഇനി ഇവിടെ റെസ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നിടത്ത് ഭക്ഷണം കഴിക്കാൻ ടൈമായി.